നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനുമായി വെടിനിർത്തലില്ല എന്ന് ട്രംപ് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. നേരത്തെ യുദ്ധലക്ഷ്യം കണ്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനൊരുങ്ങുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഡീഗോ ഗാർഷ്യയിലെ US-UK സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതോടെ ട്രംപിന്റെ ഭാവം മാറി. ഡീഗോ ഗാർഷ്യ ദ്വീപിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇതോടെ UK യുദ്ധമുന്നണിയിലേക്ക് കടന്നു വരുന്നു എന്ന ചിന്ത ബലപ്പെട്ടു. നേരത്തെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നമ്മൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോഴിതാ ഇറാനെ തകർക്കുകയാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് വീണ്ടും പറയുന്നു. അവർക്കിപ്പോൾ നേവിയില്ല, എയർഫോഴ്സുമില്ല, ഒന്നുമില്ല. എന്നിട്ടും ഒറ്റപ്പെട്ട മിസൈലുകൾ അയച്ച് അവർ നമ്മെ ഭയപ്പെടുത്താൻ നോക്കുന്നു. ഇനി ഇറാനെ താഴെ വീഴ്ത്തി മാത്രമേ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ പശ്ചിമേഷ്യ പുകയുകയാണ്. ഇറാനെതിരായ ആക്രമണത്തിന് ഇപ്പോൾ കൂടുതൽ സേനയെ അമേരിക്ക അങ്ങോട്ടേക്ക് വിടാനൊരുങ്ങുന്നു. കരയുദ്ധം തന്നെയാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. ചുരുക്കത്തിൽ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്ന തലത്തിലെത്തി നിൽക്കുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില കുതിക്കുമ്പോൾ മറുവശത്ത് ട്രംപ് എത്രയും പെട്ടെന്ന് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങാൻ സൈനികർക്ക് നിർദ്ദേശം നൽകുന്നു. പക്ഷേ ദൗത്യം പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ ഇറാനെ പൂർണ്ണമായി തകർക്കുക. ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയാണ് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇടയ്ക്ക് ട്രംപ് ആലോചിക്കാനുള്ള കാരണം. എണ്ണ ഊർജോൽപ്പന്ന വിതരണം തടസ്സപ്പെട്ടാൽ ലോകരാജ്യങ്ങളെ ആകെ അത് വിട്ടിലാക്കും. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് റഷ്യൻ എണ്ണയ്ക്ക് നൽകിയതിന് സമാനമായ 30 ദിവസ ഉപരോധ ഇളവ് ഇറാന്റെ എണ്ണയ്ക്കും US നൽകിയത്. നെതന്യാഹു പറയുന്നത് മറ്റൊരു യുദ്ധലക്ഷ്യമാണ്. ഇറാനെ അവരുടെ എണ്ണപ്പാടങ്ങളടക്കം ആക്രമിച്ച് പൂർണ്ണമായി നിലം പരിശാക്കുക. ലോകരാജ്യങ്ങൾക്ക് ഇത് ദുരന്തം സമ്മാനിക്കും. എങ്കിലും ആത്യന്തികമായി ഇറാനെ വീഴ്ത്താൻ ഇതാണ് തങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യമാർഗമെന്ന് ഇസ്രയേൽ ട്രംപിനോട് വിശദീകരിച്ചു. എന്നാൽ എണ്ണ മേഖലയെ ആക്രമിച്ച് യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ ട്രംപ് താൽപ്പര്യപ്പെടുന്നില്ല. വ്യോമാക്രമണങ്ങൾ ശക്തിപ്പെടുത്തി കരയുദ്ധത്തിലേക്ക് തിരിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. ഇറാനിൽ ഞങ്ങൾ ലക്ഷ്യത്തിനടുത്തെത്തി. സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണിക്കും. ഹോർമുസിൽ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആ പാത ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ്, അതല്ലാതെ US അല്ല. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു. എണ്ണവില കുതിച്ചുയർന്നതോടെ സ്വർണ്ണവില കൂടുതൽ ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ കുത്തനെ കൂടുകയാണ്. ലോകരാജ്യങ്ങളിലെല്ലാം അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നു. പണപ്പെരുപ്പം സാധാരണയായി. പല രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾ പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാനായി പാടുപെടുന്നു. ഇറാന്റെ ശക്തി ക്ഷയിച്ചുവെന്നും ഉടൻ തന്നെ യുദ്ധം അവസാനിക്കുമെന്നും ഇക്കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരുന്നു. എന്നാൽ ഇറാനുമായുള്ള വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞതോടെ അതിരൂക്ഷ യുദ്ധത്തിലേക്ക് ഇപ്പോൾ ഇറാൻ മേഖല കടന്നിരിക്കുന്നു. ഇറാന്റെ കാർഗ് ദ്വീപ് അടക്കം തകർക്കാനുള്ള പദ്ധതിയാണ് മറുവശത്ത് അമേരിക്ക മെനയുന്നത്. ട്രംപ് തീരുമാനിച്ചാൽ അമേരിക്കയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സുപ്രധാന എണ്ണ കേന്ദ്രം പരിപൂർണമായി ചാരമാക്കാൻ കഴിയുമെന്ന് വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചു. നിർണായകമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ടെഹ്റാനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വൈറ്റ് ഹൗസ് പറയുന്നു. അതിന് ഇറാൻ മടിച്ചാൽ ഒരുപക്ഷെ ദ്വീപ് അധിനിവേശമോ ഉപരോധമോ പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ നിലപാട്. നമുക്ക് ചർച്ച നടത്താം, പക്ഷെ വെടിനിർത്തൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറുവശത്തെ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കുമ്പോൾ എന്തിനാണ് ഒരു വെടിനിർത്തൽ എന്ന് ട്രംപ് ഇപ്പോൾ ചോദിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ നാറ്റോ അംഗരാജ്യങ്ങൾ തങ്ങളെ സഹായിക്കാത്തതിൽ വലിയ കോപാകുലരാണ് അമേരിക്ക. നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിൽ പലതും ചെയ്യാനുണ്ട്. വളരെ കുറഞ്ഞ അപകട സാധ്യത മാത്രമേ അവർക്കുള്ളൂ. അമേരിക്കയില്ലെങ്കിൽ നാറ്റോ ഒരു പേപ്പർ കടുവയാണ് എന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തുന്നു. ഹോർമുസ് കടലിടുക്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആഗോള സാമ്പത്തിക മാന്ദ്യം തടയാനുള്ള ഏക പ്രതീക്ഷ ഹോർമുസ് കടലിടുക്ക് തുറക്കുക മാത്രമാണ്. 3 ആഴ്ച മുമ്പ് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ മിസൈൽ ബോംബിംഗ് ആക്രമണങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിടുന്നതിന് മുൻപ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിൽ ഒന്നായിരുന്നു ഹോർമുസ് കടലിടുക്ക്. ഇംഗ്ലീഷ് ചാനലിനേക്കാൾ അത്ര ഭീതിയില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ഇറാനുമിടയിലുള്ള ഈ ആഴക്കടൽ കടലിടുക്ക് പാത ഫെബ്രുവരി 28 മുമ്പ് എല്ലാം സാധാരണ നിലയിലായിരുന്നു. എല്ലാ ദിവസവും 140 കപ്പലുകൾ ആ കടലിടുക്കിലൂടെ കടന്നുപോയി. അതിനുശേഷം 90 കപ്പലുകൾ മാത്രമേ ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ ഹോർമുസ് കടലിടുക്കിലൂടെ പുറത്തേക്ക് കടന്നുള്ളൂ. എന്നാൽ അവയിൽ ഭൂരിഭാഗവും പോകുന്നത് ചൈനയിലേക്ക്. ഇത് കുവൈറ്റ്, ഇറാഖ്, ബഹ്റിൻ, ഖത്തർ, UAE തുടങ്ങി
ഹോർമിസ് കടലിടുക്കിന് വടക്കുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തളർത്തുന്നു. എണ്ണയും വാതകവും ലോകത്തിന് ആവശ്യത്തിന് ലഭിക്കാതെ പല ലോകരാജ്യങ്ങളും വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു. കരമാർഗമുള്ള ഗതാഗതം അസാധ്യമാണ്. പൈപ്പ് ലൈനുകൾ നിലവിലില്ല. ടാങ്കറുകളുടെ ഏത് സംഘം കടന്നുപോകുമ്പോഴും ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഇരയാകും. വ്യാഴാഴ്ച ചെങ്കടൽ തുറമുഖമായ യാൻബുവിലെ ഏക ട്രാൻസ് സൗദി അറേബ്യൻ പൈപ്പ് ലൈനിന്റെ ടെർമിനലിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചു. ഇറാനിൽ നിന്നുള്ള ഈ ശക്തമായ സമ്മർദ്ദം തന്നെയാണ് അമേരിക്കയ്ക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നതും. ഇത്തരമൊരു ആക്രമണത്തിൽ രാഷ്ട്രീയവും ധാർമ്മികതയും ഇനി മാനദണ്ഡമാക്കേണ്ട എന്ന തലത്തിലേക്ക് അമേരിക്ക എത്തി നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യമാണ് സൗദി അറേബ്യ. അവരുടെ വ്യാപാര മാർഗങ്ങൾ തടസ്സപ്പെട്ടാൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിന്റെ അനന്തരഫലങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. ഇപ്പോഴിതാ പടിഞ്ഞാറൻ രാജ്യങ്ങൾ നിസ്സംഗമായി നിൽക്കുന്നു. ചിലരൊക്കെ അമേരിക്കയ്ക്ക് മുന്നിൽ മുഖം തിരിച്ചു. അമേരിക്കയെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഡെൻമാർക്ക്, അർജന്റീന, സൗദി അറേബ്യ, റൊമാനിയ എന്നീ രാജ്യങ്ങളുടെ നിരയുണ്ട്. എന്നാൽ അമേരിക്കയെ സഹായിക്കാതെ ഇപ്പോൾ നിലകൊള്ളുന്നത് ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും. ബ്രിട്ടനും ഫിൻലൻഡും അമേരിക്കയെ സഹായിക്കാൻ എത്തുമെന്ന ട്രംപിന്റെ പ്രതീക്ഷ ഒരു വശത്ത്. ഇറാന്റെ കാരുണ്യം കൊണ്ട് ഇപ്പോഴും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചില രാജ്യങ്ങൾ, ഇന്ത്യ, ദക്ഷിണ കൊറിയ, തൈവാൻ, ഈ രാജ്യങ്ങൾ നിഷ്പക്ഷത പാലിക്കാനാണ് സാധ്യത. എന്നാൽ ഇറാൻ അനുകൂലികളായി അമേരിക്ക കരുതുന്നത് റഷ്യ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെ ഇറാനുമായി നേരിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സൗദി അറേബ്യ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാജ്യം സുരക്ഷിതമാക്കിയിരിക്കുന്നത് US താവളങ്ങളിലൂടെയാണ്. വ്യാഴാഴ്ച ഇറാൻ സൗദിയുടെ തലസ്ഥാനത്തും ചെങ്കടലിലെ യാൻബുവിലെ എണ്ണ ടെർമിനലിന് നേർക്കും ആക്രമണങ്ങൾ നടത്തി. ഇത് സൗദി അറേബ്യയെ ഞെട്ടിച്ചു. ഗൾഫ് തുറമുഖങ്ങൾ അടച്ചിട്ടാലും പടിഞ്ഞാറൻ തീരത്ത് നിന്ന് സുരക്ഷിതമായി എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുമെന്ന സൗദിയുടെ പ്രതീക്ഷകളാണ് ഇതോടെ ചിറകറ്റു വീണത്. ഇരുവശത്തു നിന്നും സൗദി അറേബ്യയെ ആക്രമിക്കുന്ന തന്ത്രമാണ് ഇറാൻ പുറത്തെടുത്തത്. മറുപടിയായി സൗദി ഇറാന് നേർക്ക് ഒരു ഭീഷണി മുഴക്കി. മരുഭൂമിയിൽ സൗദിയുടെ വ്യോമസേന ശക്തമാണ്. അമേരിക്കൻ F-15 വിമാനങ്ങളുടെ ഒരു വലിയ വ്യൂഹം സൗദി അറേബ്യയ്ക്കുണ്ട്. കഴിഞ്ഞ മെയ് മാസം റിയാദ് വൈറ്റ് ഹൗസുമായി 105 ബില്യൺ പൗണ്ടിന്റെ ആയുധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ പ്രതിരോധ വിൽപ്പനയെന്നാണ്. മേഖലയിലെ പ്രമുഖ സുന്നി രാഷ്ട്രമെന്ന നിലയിൽ ഈജിപ്ത്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളെ തങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ സൗദി അറേബ്യയ്ക്ക് കഴിയും. എന്നാൽ പാകിസ്ഥാൻ സൗദി അറേബ്യൻ താൽപര്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു വിചിത്ര കാഴ്ചയും അവിടെ നമ്മൾ കാണുന്നു. ഈ രണ്ട് സുന്നി രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറുണ്ട്. എന്നാൽ ഇറാനെതിരെയുള്ള ഏത് ഇടപെടലും സ്വന്തം ഷിയ വിഭാഗത്തെ പ്രകോപിപ്പിക്കുമെന്ന് ഇസ്ലാമാബാദ് ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഡെൻമാർക്ക് അമേരിക്കയെ സഹായിക്കാനിടയുള്ളത് എന്നതിൻ്റെയും വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ലോകത്തിലെ ഷിപ്പിംഗ് കണ്ടെയ്നറുകളുടെ ഏകദേശം 20% കൈകാര്യം ചെയ്യുന്നത് ഡാനിഷ് കമ്പനിയായ മേഴ്സ്ക് ആണ്. ഇത് രാജ്യത്തിന്റെ കയറ്റുമതിയുടെ 1/4 GDPയുടെ 15%. നിലവിൽ ഹോർമിസ് കടലിടുക്കിന്റെ ഇരുവശത്തും മേഴ്സ്കിന്റെ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ചിലത് പുറംകടലിൽ എത്താൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥ. മറ്റു ചിലത് ഡോക്കിലേക്ക് വരാൻ പോലും കഴിയാതെ കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്നു. മേഴ്സ്കിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരിക ഡെൻമാർക്ക് തന്നെ. ഇതോടെ ഡാനിഷ് സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി പ്രതിസന്ധിയിലാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ലോകമെമ്പാടുമായി 1 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന കമ്പനിയാണ് മേഴ്സ്ക്. 700-ലധികം കപ്പലുകളാണ് അവർ പ്രവർത്തിപ്പിക്കുന്നത്. മേഴ്സ്കിന് 33 ബില്യൺ പൗണ്ടിലധികം വാർഷിക വരുമാനം ലഭിക്കുന്നു. ഡെൻമാർക്കിനെ സംബന്ധിച്ച് മേഴ്സ്കിനെ പരാജയപ്പെടുത്തുന്നത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഡെൻമാർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം കൈകോർക്കാനുള്ള സാധ്യത തെളിയുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, മറിച്ച് ലോകത്തെ അതിന്റെ രൂപത്തിൽ നേരിടണമെന്ന് ഈ ആഴ്ച ആദ്യം ഡാനിഷ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. ഡാനിഷ് നാവികസേനയിൽ കടൽ മൈനുകൾ കണ്ടെത്താനും നശിപ്പിക്കാനും കഴിയുന്ന 10 കപ്പലുകളുണ്ട്. അർജന്റീനയുടെ നാവികസേനയിൽ മൈൻ വീപ്പർമാരില്ല. പക്ഷേ അർജന്റീന അമേരിക്കയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കും. ഗൾഫിലേക്ക് കപ്പലുകൾ അയക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അർജന്റീന നൽകിയിരിക്കുന്ന വാഗ്ദാനം. റൊമാനിയ എന്ന കുഞ്ഞൻ രാജ്യത്തിനുള്ളത് ഒരു ചെറിയ നാവികസേന. കരിങ്കടൽ തീരം സംരക്ഷിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്നാൽ റൊമാനിയൻ പ്രസിഡന്റ് നിക്കോഡാർ ഡാൻ ഗൾഫിനായി കപ്പലുകൾ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ട്രംപിനെ അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനും നിരീക്ഷണത്തിനും പ്രവർത്തിക്കുന്നതിനും തങ്ങളുടെ രാജ്യത്തെ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്.
റഷ്യൻ മിസൈൽ ആക്രമണങ്ങൾ ഭയപ്പെടുന്ന റൊമാനിയ വ്യോമപ്രതിരോധം ഒരു ദശാബ്ദത്തിന് മുൻപ് തന്നെ അമേരിക്കയെ ഏൽപ്പിച്ചിരുന്നു. മറുവശത്ത് UK ഇതുവരെ വ്യക്തമായ നിലപാട് കൈക്കൊണ്ടിട്ടില്ല. എങ്കിലും അമേരിക്കയെ സഹായിക്കാനും ഹോർമിസ് കടലിടുക്കിൽ അമേരിക്കൻ നിലപാടിനൊപ്പം നിലകൊള്ളാനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഹോർമിസ് കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാത്തതിനെ ട്രംപ് നേരത്തെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ നാവികസേനയുടെ ശേഷി വളരെ മോശമാണെന്നും മൈൻ വീപ്പർമാർക്ക് പഴയതുപോലെ കരുത്തില്ല എന്നുമാണ് കെയർ സ്റ്റാമർ ട്രംപിനോട് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനൊപ്പം നിലകൊള്ളുമെന്ന് ഇതിനിടയിൽ ഫിൻലൻഡ് പറയുന്നു. എന്നാൽ മറുവശത്ത് യൂറോപ്യൻ യൂണിയനിലെ കരുത്തരായ ഫ്രാൻസും ജർമ്മനിയും ട്രംപിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന മറ്റൊരു കാഴ്ച. ഞങ്ങൾ സംഘർഷത്തിൽ പങ്കാളികളാവില്ല എന്നാണ് ഫ്രാൻസ് നിലപാടെടുത്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹോർമിസ് കടലിടുക്ക് തുറക്കുന്നതിനോ സ്വതന്ത്രമാക്കുന്നതിനോ ഉള്ള പ്രവർത്തനങ്ങളിൽ ഫ്രാൻസ് പങ്കാളികളാവില്ല. ഇമ്മാനുവൽ മാക്രോൺ ചൊവ്വാഴ്ചയാണ് ഫ്രാൻസിന്റെ നിലപാട് പറഞ്ഞത്. ഒരു യുദ്ധ സാഹചര്യം അവസാനിച്ചാൽ ഹോർമിസ് കടലിടുക്ക് സ്വതന്ത്രമാക്കാൻ ഞങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കും. എന്നാൽ നിങ്ങളുടെ തലയിൽ മിസൈലുകളോ ഡ്രോണുകളോ വരാനുള്ള സാധ്യതയുണ്ടായാൽ ആരും ഹോർമിസ് കടലിടുക്ക് കടക്കാൻ ആഗ്രഹിക്കില്ല എന്നാണ് ഫ്രാൻസ് നിലപാടെടുത്തിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ നാറ്റോയ്ക്ക് പങ്കില്ല എന്നാണ് ജർമ്മനിയുടെ നിലപാട്. ഇത് നാറ്റോയുടെ യുദ്ധമല്ല. നാറ്റോ ഒരു പ്രതിരോധ സഖ്യമാണ്. യുദ്ധത്തിന് മുൻപ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നില്ല. ഫ്രാൻസിനും ജർമ്മനിക്കും പിന്നാലെ ഇറ്റലിയും ഒരു കാരണവശാലും അമേരിക്കയെ പിന്തുണയ്ക്കാനെത്തില്ല. ട്രംപിന്റെ കടുത്ത യൂറോപ്യൻ പിന്തുണക്കാരിൽ ഒരാളായിരുന്നു പ്രധാനമന്ത്രി ജോർജിയ മെലോണി. എന്നാൽ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഇറ്റലിയിലെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല എന്നാണ് ജോർജിയ മെലോണി പറയുന്നത്. അടുത്ത വർഷം ഇറ്റലിയിൽ അവർ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു. ഇക്കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായി ട്രംപിനെ നേരിൽ കണ്ടിരുന്നു. ജപ്പാൻ ഈ യുദ്ധത്തിൽ തങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷിച്ചത്. എന്നാൽ US സൈനിക സഹായം നൽകാൻ തകായിച്ചി വിമുഖത പ്രകടിപ്പിച്ചു. മറുവശത്ത് ചൈനയും ഉത്തര കൊറിയയും നടത്തുന്ന ഇരട്ട ഭീഷണിയാണ് ജപ്പാന്റെ പ്രധാന ആശങ്ക. ഗൾഫിൽ ഇത്തരമൊരു ഇടപെടൽ നടത്തുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്തോട് വളരെ അടുത്തുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറപ്പ് അമേരിക്ക തങ്ങൾക്ക് നൽകണമെന്ന് ജപ്പാൻ പറയുന്നു. റഷ്യയെ സംബന്ധിച്ച് ഹോർമിസ് കടലിടുക്കുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല. എണ്ണയോ വാതകമോ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്നാൽ യുദ്ധം ജ്വലിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ വ്ളാദിമിർ പുതിൻ നേരിട്ടിടപെടുമോ എന്ന സംശയമുണ്ട് റഷ്യയുടെ കാര്യത്തിൽ. ഇത് ഇറാൻ അനുകൂലമായേക്കാം. വലിയ പ്രതിസന്ധിയാണ് ബീജിംഗ് നേരിടുന്നത്. ഇറാന്റെ ടാങ്കറുകൾ ഇപ്പോഴും പ്രതിദിനം 10 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാനിൽ നിന്ന് കൊണ്ടുപോകുന്നത്. യുദ്ധത്തിന് മുൻപ് 1.7 ലക്ഷം പ്രതിദിന എണ്ണയിൽ ഏകദേശം 40% കുറവാണിത്. തങ്ങളുടെ ആഭ്യന്തര നയങ്ങളിൽ എപ്പോഴും ജാഗ്രത പുലർത്താറുണ്ട് ചൈനക്കാർ. കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് പരമാവധി എണ്ണ സംഭരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ സഖ്യരാജ്യമെന്നറിയപ്പെട്ടിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണ ഇറാൻ അനുകൂലിയായി മാറിയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇറാന്റെ കാരുണ്യം അപേക്ഷിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയോട് അടുപ്പമുണ്ട്. എന്നാൽ ഇറാനുമായി ഈ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ നിഷ്പക്ഷതയിലാണ് തങ്ങളുടെ നയതന്ത്രമൊരുക്കുന്നത്. ദക്ഷിണ കൊറിയയും തൈവാനുമൊക്കെ എണ്ണ പൂർണ്ണമായി ഇറാനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലകളിൽ നിന്നുള്ള ഒരു പ്രധാന ഉൽപ്പന്നമാണ് ഹീലിയം. തൈവാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന അർദ്ധചാലകങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഈ വാതകം നിർണായകമാണ്. സ്മാർട്ട് ഫോണുകളുടെയും കമ്പ്യൂട്ടർ ചിപ്പുകളുടെയും ഉൾപ്പെടെ എല്ലാ ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അടിസ്ഥാനം ഈ വാതകമാണ്. ഇവയുടെ സൂക്ഷ്മമായ സർക്യൂട്ടുകൾ അണുവിമുക്തമായ സാഹചര്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഹീലിയം നിറച്ച അറകളിലാണ് ഇവ നിർമ്മിക്കുന്നത്. ഈ വാതകം ഒരു ശീതീകരണമായും ഉപയോഗിക്കുന്നു. ഇതില്ലെങ്കിൽ ലോകമെമ്പാടും അർദ്ധചാലകങ്ങളുടെ വലിയ ക്ഷാമത്തിലേക്ക് പതിക്കും. തൈവാനും ദക്ഷിണ കൊറിയയുടെയും സമ്പദ് വ്യവസ്ഥ താറുമാറാകും. ഇതിനു പുറമെയാണ് ഇന്ധനക്ഷാമവും വിലക്കയറ്റവും. അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ഇറാനെ ആശ്രയിക്കാതിരിക്കാൻ കഴിയില്ല. ഇറാന് ഏറ്റവും വലിയ പേടി സ്വപ്നമായി നിൽക്കുന്നത് അമേരിക്കയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ഇറാനുമേൽ ആക്രമണം നടത്തുന്ന ഇസ്രയേൽ എന്ന രാജ്യം. ഇറാനിലെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുമോ എന്ന ഭയമുണ്ട് ഒരു വശത്ത് ഇറാന്. മറുവശത്ത് ഏറ്റവും കനത്ത ആക്രമണങ്ങൾക്കിനി ഇറാൻ തുനിയുമോ എന്ന സംശയവും. എണ്ണപ്പാടങ്ങളും വാതക കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളിൽ നിന്ന് തങ്ങൾ തൽക്കാലത്തേക്ക് പിൻവാങ്ങിയെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്.
എന്നാൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ തിരിഞ്ഞേക്കാം. ലോകം രണ്ട് ചേരിയായി നിൽക്കുമ്പോൾ അമേരിക്കയ്ക്കൊപ്പം ഏറ്റവും ശക്തി പകരുന്ന രാജ്യം ഇസ്രായേൽ തന്നെ. ഹോർമിസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല അവിടെ നിന്ന് എണ്ണയും മറ്റു വിഭവങ്ങളും ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ മറുവശത്ത് അടപടലം വെട്ടിലായി നിൽക്കുകയാണ് പല രാജ്യങ്ങളും. ഇറാന് മേലുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ച ട്രംപിസമാണ് എല്ലാറ്റിനുമൊടുവിൽ ലോകത്തിൽ വലിയ ചർച്ചയാകുന്നത്. വലിയ യുദ്ധഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.